പുഴയിൽ കളിച്ചുകൊണ്ടിരുന്ന രണ്ട് കുട്ടികൾ പെട്ടെന്ന് രണ്ടു പേരെയും കാണാനില്ല. അങ്ങനെ ഉമ്മയും ഉപ്പയും ചേർന്ന് പുഴയിലേക്ക് എടുത്തു ചാടി. അപ്പോഴതാ 4 പേരെയും അതിനുശേഷം കാണാതായി. ആരെ കണ്ടാലും പുഞ്ചിരിച്ച് സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ കബീർ. അതുകൊണ്ട് തന്നെ അപകടം അവരുടെ നാട്ടുകാരെ മുഴുവനും വിഷമത്തിലാക്കിയിരിക്കുകയാണ്. തൃശ്ശൂർ ഭാരതപ്പുഴയുടെ പെയ്ങ്കുളം ശ്മശാനം കടവിൽ ഒഴുക്കിൽപ്പെട്ട 4 പേർക്ക് ദാരുണ അന്ത്യം. ചെറുതുരുത്തി സ്വദേശികളായ ഓടക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, ഇവരുടെ മകൾ സാറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് ഷനീൻ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30 എല്ലാവരെയും കരയിച്ച ഈ അപകടമുണ്ടായത്. ഭാരതപ്പുഴയുടെ തീരത്ത് കളിക്കുന്നതിനിടെ കുട്ടികൾ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ ഇറങ്ങിയ കബീറും ഷാഹിനയും ഒഴുക്കിൽപ്പെട്ട് കണ്ടെത്തിയ ഷാഹിനയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് ആൺകുട്ടിയെ കണ്ടെത്തിയത്. അതിനുശേഷം കബീറിൻ്റെയും മൃതദേഹം കണ്ടെത്തിയത്. രാത്രി 8:15 സെറയുടെ മൃതദേഹം കണ്ടെത്തിയത്. 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി ഇവരെ കബറടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ചേലക്കര സ്വദേശിയായ ജാഫർ ഷഫാന ദമ്പതികളുടെ മകനാണ് മരിച്ച ഫുവാദ് ഷനീൻ. ചെറുതുരുത്തി ജംഗ്ഷനിൽ ബേക്കറി ഷോപ്പ് നടത്തിവരികയായിരുന്നു കബീർ. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം. ചിരിച്ചല്ലാതെ കബീർ ആരോടും തന്നെ സംസാരിക്കാറില്ലായിരുന്നു. ഇവിടെ മുൻപൊരു തടയണുണ്ടായിരുന്നു. ആ തടയണ പ്രളയകാലത്ത് ചെറിയ രീതിയിൽ പറ്റിയപ്പോൾ ആ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഒഴുക്ക് വന്നിട്ട് ആ ഭാഗത്ത് വലിയൊരു ഗർത്തമാണ്. ആ ഗർത്തത്തിലേക്കാണ് ഈ കുട്ടികൾ പോയി പെട്ടത്. അവർ രക്ഷിക്കാനാണ് പിന്നെ ഈ കബീർ എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ പെട്ടത്. അങ്ങനെയാണ് ഈ 4 ആളുകളും ആ വെള്ളത്തിൻ്റെ ആ ഒരു വലിയൊരു ചുഴിയുള്ളൊരു ഭാഗമാണ് അതിലേക്ക് അകപ്പെട്ടത്. 2 കുട്ടികൾ മാത്രം ആദ്യം ഇറങ്ങിയിരുന്നു. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ തൊട്ടപ്പുറത്താണ് ഈ വലിയ രീതിയിലുള്ള ചുഴിയും ഒരു ചെറിയ ഗർത്തവും ഉള്ളത്. ഈ കുട്ടികളതിൽ പെട്ടപ്പോഴാണ് ഈ കരയിലിരുന്നിരുന്ന രക്ഷിതാക്കൾ പിടിക്കാൻ വേണ്ടി അവിടേക്ക് പോയതും അതിൻ്റെ അകത്ത് പെട്ടതും. ഇവിടെ അടുത്ത് തന്നെയാണ് കബീറിന്റെ വീട്. കബീറിന്റെ വീടും അദ്ദേഹത്തിന്റെ ഷോപ്പൊക്കെ നമ്മുടെ ഈ സെന്ററിലാണ്, ചെറുതുരുത്തി സെന്ററിലാണ് ഈ പ്രദേശവും. കുട്ടികൾ ഒരു പെൺകുട്ടി എത്രാം ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ പയ്യൻ മറ്റേ 6ലെങ്ങാണ്ട്, അത് വേറൊരു സ്കൂളിലാണ്. ഈ മരിച്ച സ്ത്രീയുടെ അനിയത്തിയുടെ മോനാണ്. ഇതിനൊരു പരിഹാരം വേണ്ട. ഇങ്ങനെ ഇത്തരത്തിൽ അപകടസ്ഥിതിയാണ് എപ്പോഴും, അല്ലെങ്കിൽ അതിനൊരു സൂചന ബോർഡുകളൊന്നുമില്ല. അതിൻ്റെ ബന്ധപ്പെട്ടവർ വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ കഴിയും. ഏകദേശം ഒരു 6 മണിക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. 6:30 ഇവിടെ എത്തിയപ്പോഴേക്കും